ഉടുത്തിരുന്ന വസ്ത്രം പോലും അപ്പന്റെ കാൽക്കൽ അഴിച്ചുവെച്ച് ആരോ കൊടുത്ത ചാക്കുവസ്ത്രവും ധരിച്ച് അസീസിയിലെ തെരുവോരങ്ങളിലൂടെ മഞ്ഞും മഴയും നനഞ്ഞു നടന്ന ഒരു ചെറുപ്പക്കാരൻ. നടക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് വേദനിക്കുമോ എന്ന് ഭയന്ന, ചെറുപുഞ്ചിരി പോലും സുവിശേഷമെന്ന് നനച്ച കുഷ്ഠരോഗിയെയും പാപിയെയും വാരിപ്പുണരുമ്പം അവരൊക്കെ ക്രിസ്തുവായി തീരുമെന്ന് വിശ്വസിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. കല്ലെറിഞ്ഞവർക്ക് എറിഞ്ഞ കല്ലിന്റെ എണ്ണം നോക്കി അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്ത, പൂവും പുഴുവും മണ്ണും സഹോദരങ്ങളായി കണ്ട അയാളോളം മറ്റാർക്കും ആ പേരിണങ്ങില്ല. ദ സെക്കൻഡ് ക്രൈസ്റ്റ്, രണ്ടാമത്തെ ക്രിസ്തു. വയൽ വരമ്പ്. ഫ്രാൻസിസ് നടന്നു നീങ്ങുന്നു. അപ്പോഴൊരു കൃഷിക്കാരൻ ഓടിയെത്തി ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസ് അല്ലേ? അതെ. എല്ലാവരും അങ്ങയെ വലിയ വിശുദ്ധനായി വാഴ്ത്തുന്നുവല്ലോ. ഫ്രാൻസിസ് ചിരിച്ചു. അങ്ങനെ തന്നെയാകണം കേട്ടോ. മനുഷ്യരെയും ദൈവത്തെയും കബളിപ്പിക്കരുത്. പിന്നെ ചെളി പുരണ്ട അയാൾ തന്റെ കൃഷിയിടത്തിലേക്ക് മടങ്ങി. ഫ്രാൻസിസ് ഇങ്ങനെ വിതുമ്പി, ദൈവമേ, ചേറിൽ നിന്ന് വന്ന് എന്നെ ശാസിച്ച് വീണ്ടും നീ ചേറിലേക്ക് മടങ്ങിപ്പോകുന്നുവല്ലോ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു യുവാവുമായി 2 പോലീസുകാർ തെരുവീതിയിലൂടെ നടന്നു നീങ്ങുകയാണ്. ഇവരെ കണ്ട് ഫ്രാൻസിസ് പുണ്യവാളന്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഫ്രാൻസിസിനോട് പറഞ്ഞു, നോക്കൂ ഫ്രാൻസിസ്, എത്ര വൃത്തികെട്ട മനുഷ്യനല്ലേ. ഇയാൾക്കൊക്കെ നമ്മൾ സന്യാസികളെ പോലെ വിശുദ്ധരായി ജീവിച്ചാൽ എന്താ? ഫ്രാൻസിസ് മറുപടി ഒന്നും പറയാതെ തല കുമ്പിട്ടിരുന്നു. അല്പനേരത്തിന് ശേഷം ഫ്രാൻസിസ് മുഖമുയർത്തി നനഞ്ഞ മെഴുകളോടുകൂടെ അവനോട് പറഞ്ഞു, ഈ ഫ്രാൻസിസും അതുപോലെ ആകേണ്ടതായിരുന്നു. ഞാൻ അങ്ങനെ ആയില്ലെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവെ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ.